ഗൈസ്, അപ്പോൾ ഇന്ന് ജന്തർ മന്തറിൽ എന്താണ് നടക്കുന്നത്, അതെന്തിൻ്റെ പ്രൊട്ടസ്റ്റാണ്, അത് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയെല്ലാമാണ് ഈ വീഡിയോ, ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അതെന്താണ്, എന്തിനു വേണ്ടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ന്യൂസായാലും ഒരേ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. ഇപ്പം എവിടെ നോക്കിയാലും അത് ജന്തർ മന്തറിൻ്റെ കേസാണ്. ഡൽഹിയിൽ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്രയും വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ആൾക്കാരും ജനങ്ങളെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യണത്, ഇതാരാണ് നേതൃത്വം നൽകുന്നത്, സർക്കാർ എന്താണ് പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റൂ. നമുക്ക് എന്താണ് ആക്ച്വലി കാര്യം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. കുറേ പേർക്ക് ഇത് എന്താണ് നടക്കുന്നതെന്ന് പോലെ അറിഞ്ഞുകൂടാ, പിന്നെ കുറേ പേര് ഇത് എതിരും പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റിയ ഒരു വീഡിയോ ആണ് ഇത്, വ്ളോഗ്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിക്കുക, പിന്നെ ഷെയറും ചെയ്യുക. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് പറയാം ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആലോചിക്കാം, ഞാൻ പറയാം ജന്തർ മന്തർ എന്താണ്. ജന്തർ മന്തർ ഡൽഹിയിലെ ഒരു ചരിത്ര പ്രധാന സ്ഥലമാണ്. വർഷങ്ങളായി വിവിധ സംഘടനകളും പൊതുജനങ്ങളും സമാധാനപരമായി പ്രതിഷേധങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് ജന്തർ മന്തർ. അവിടെയാണ് എപ്പോഴും പ്രതിഷേധവും സമാധാനത്തിലൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം അതങ്ങനെയല്ല. അത് നിങ്ങൾക്കെല്ലാം ന്യൂസിലായാലും എന്തിലായാലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ വൻ പ്രശ്നമാണ്. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഇത് എന്താണ് ഇപ്പോഴത്തെ പ്രതിഷേധം, എന്തിനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അടി കാര്യങ്ങൾ, കുട്ടികൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, സ്റ്റുഡൻസ്. ഈ ഇതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷകളിൽ പേപ്പർ ചോർച്ച. ഇപ്പം നീറ്റിൽ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറേ പിള്ളേർ 20 വിദ്യാർത്ഥികൾ എന്തോ മരിച്ച്. ഇത് കാരണം സൂസൈഡാക്കി. ഈ ലേറ്റസ്റ്റ് ലീക്കും ഇതാക്കി, നീറ്റ് ലീക്കായി, വീണ്ടും അതിന് മുന്നത്തെ ലീക്ക് നീറ്റായി. ഇതെല്ലാം എങ്ങനെയാണ്? അതായത് എല്ലാം ഗവൺമെൻറ്റല്ലേ എന്തെങ്കിലും ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്നുള്ള തെറ്റും അവരെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം പറ്റുന്ന ഒരു മിസ്റ്റേക്കല്ലേ. അപ്പം അതൊക്കെ കാരണമാണ് പിള്ളേർ ഇത് അടിവെക്കുന്നത്. മെയിൻ അതാണ് സംഭവം. ഫോക്കസ് മെയിൻ അതിലാണ്. ബിക്കോസ് ഇത്ര നാളായിട്ട് അതിൽ ഒന്നും ഇതാവുന്നില്ല, കുട്ടികളെല്ലാം ഇതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതെല്ലാം കാരണം അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇപ്പോൾ വന്ന നീറ്റ് പോലും ലീക്കാണ്. അങ്ങനെ കുറേ പിള്ളേർ മരിച്ച്. അതാണ് ഇവിടുത്തെ മെയിൻ ഇത്. പിന്നെ ക്രമക്കേടുകൾ എല്ലാം മാറ്റണം, പരീക്ഷകൾ റദ്ദാക്കൽ, എല്ലാം പരീക്ഷ റദ്ദാക്കണം. പിന്നെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ വിശ്വാസക്കുറവ്, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഫുള്ളൊരു വിശ്വാസക്കുറവ്. എന്താ, പിള്ളേർക്ക് ഇതൊരു സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല എഡ്യൂക്കേഷൻ രീതിയിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ഇതാക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കൂടെ ഇപ്പം ഞാനും ആയാലും ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെ ഇന്ത്യയിൽ നല്ല ലിറ്ററസി ഉള്ള പിള്ളേരാണ് എല്ലാവരും, പഠിത്തവും കാര്യങ്ങളും അങ്ങനെയുള്ള കുട്ടികളാണ്. എന്നിട്ട് നമ്മൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത് അത് നീറ്റ്, FMG, അങ്ങനെ ഇഷ്ടംപോലെ ഇതെല്ലാം ചോർന്ന് പിന്നെ അതൊന്നും കൂടി എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യങ്ങളല്ല. എല്ലാ പിള്ളേർക്കും അത് താങ്ങാൻ പറ്റൂല. കുറേ പിള്ളേർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഇതിൽ കാരണം അവർ കയറി അതങ്ങ് ചെയ്യുക. അല്ലാതെ ഇത് അങ്ങനെ എത്ര കേസുകൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയും കൂടെ ഒരു എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു രീതിയിൽ വരാൻ, നല്ല ഇതാവാൻ വേണ്ടിയും കൂടെയാണ് അവരിത് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ ഇതിലിനി മെയിനായിട്ട് നോക്കണം, വിദ്യാർത്ഥികൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അവരെന്തിനാണ് ആ പ്രൊട്ടസ്റ്റ് അവിടെ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിനോട് ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷ സംവിധാനം എന്ന് വെച്ചാൽ നല്ല രീതിയിലൊക്കെ ഇതാക്കണം, അല്ലാതെ ഒരുമാതിരി ഇങ്ങനെ ആക്കൽ. പിന്നെ പേപ്പർ ചോർച്ച ആരാണ് ചെയ്തത് അവരെതിരെ
കർശന നടപടി എന്ന് വെച്ചാൽ ഒന്നിൽ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ കൊല്ലുക, അങ്ങനത്തെ രീതിയിലുള്ള വലിയൊരു നടപടി എടുക്കാൻ വേണ്ടിയാണ് ചെയ്യണം. കാരണം 2 പ്രാവശ്യമായി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർക്ക് പറ്റൂല. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇതാക്കി നല്ല രീതിയിൽ പോകാനുള്ള എഡ്യൂക്കേഷൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കണം. പിന്നെ നമ്മളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ, രാജിവെക്കണമെന്ന് അവർ രാജിവെക്കണമെന്നാണ് കുറേ പിള്ളേർ ആവശ്യപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ്റെ മന്ത്രി, കാരണം അവർക്ക് ഇതൊന്നും പറ്റൂല, ഇത് എത്ര പ്രാവശ്യം അവർ രാജിവെക്കണം. ഇതൊക്കെയാണ് പിള്ളേരുടെ ആവശ്യങ്ങൾ. ഇതൊക്കെ നടക്കാനും കൂടെയാണ് അവിടെ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരൊക്കെയാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മത്സര പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, നീറ്റ് അങ്ങനത്തെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, ചില സാമൂഹിക പ്രവർത്തകർ, പിന്നെ വിദ്യാഭ്യാസ പരിഷ്കാരം ആവശ്യപ്പെടുന്ന പൗരന്മാർ, അങ്ങനെ കുറേ ആൾക്കാരുകളുണ്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പം നമുക്ക് പറയാം നമ്മളെ കുറേ നടന്മാരുണ്ട്, പിന്നെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാം കുറേ ആൾക്കാരുകൾ ഇപ്പോൾ അവിടെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് രാജ്, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ഇതിൽ വന്ന് ഇന്നലെ പിന്നെ ശുഭ്മൻ ഗില്ലും, നമ്മളെ ക്രിക്കറ്റർ ശുഭ്മൻ ഗില്ലും ഇതിനോട് യോജിച്ച് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മെയിനാണ്. പിന്നെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്താണ് നമ്മൾ വേണമെങ്കിൽ പറയാം. സർക്കാർ ഇപ്പോൾ അവിടെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധം പൂർണ്ണമായൊന്നും അവർ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടി നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെ കുറേ ആക്രമണം, പിന്നെ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ച്, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ് നടന്നത്. ടിയർ ഗ്യാസ് കാര്യങ്ങൾ, പിള്ളേരെ അടിക്കുന്നു, അങ്ങനെ ഫുൾ ന്യൂസും കാര്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഇത് ന്യൂസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇതിപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരിക, കാരണം അത്രയും പ്രശ്നമായി, അത്ര ഗുരുതര അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ ദിവസവും. പിന്നെ ഈ പ്രതിഷേധം എന്തുകൊണ്ട് പ്രധാനമാണ് എന്നുവെച്ചാൽ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയാണ് മെയിനായിട്ട്. വിഷയം മാത്രമല്ലെന്ന് പലരും പറയുന്നു. പരീക്ഷയെക്കുറിച്ചുള്ള വിഷയം മാത്രമല്ല, ഇത് ഇനിയുള്ള പിള്ളേർക്കായാലും ഇതിന് ഒരിത് വരണം. എഡ്യൂക്കേഷൻ നല്ലതായതല്ലേ കാര്യമുള്ളൂ. പരീക്ഷ സംവിധാനങ്ങളിൽ നല്ല രീതിയിലൊരു വിശ്വാസം നമുക്ക് വരുത്തണം, ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ്. പിന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഇതും എന്നിവയെക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ ഫോക്കസ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള ഈ വിഷയം ഇവിടെ ഇതിൽ മെയിൻ കുറേ അഭിപ്രായങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം വിശ്വസിക്കാതെ വാർത്തകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച് സ്വന്തം അഭിപ്രായം ഏതാണോ നല്ലത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതൊരു നല്ലൊരു തീരുമാനമാണ് പിള്ളേർ വന്നത്. ഞാനും നല്ല ഇതാണ്, കാരണം എഡ്യൂക്കേഷൻ നല്ലതാവണം നമ്മളെ നാട്ടിലായാലും നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ എങ്ങനെ പോയാലും എങ്ങനെയും നല്ലൊരു ആൾക്കാരും കാര്യങ്ങളും നല്ല സേഫ്റ്റി എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബെറ്ററാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് നടക്കുന്നത്. ഇതാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച്. പക്ഷേ ഇത് കൂടുതൽ പ്രശ്നമാകുന്ന പിള്ളേരെ ആക്രമണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളാകുന്നത്. എന്തായാലും ഇതൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. ഇപ്പം ഇതാണ് മെയിൻ കാര്യം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അയക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.